തോക്ക് താഴെ പറ. ഇവരോട് പുറത്തു പോകാൻ പറയേ. പറടാ. പോടാ പോടാ പോടാ. ഉണ്ടോ? ചീക്കിരം പോടാ. എഴുന്നേറ്റ്. എവിടാ കുഞ്ഞ? അങ്കിருக்கு. നടക്ക്. டே லாரன்ஸ், இப்ப என்னடா சொல்ற? இப்ப உன்னை பார்க்க ரொம்ப பரிதாபமா இருக்குடா. டே லாரன்ஸ், இவ்வளவு நாள் நீ புலியா இருந்த, நான் பூனையா இருந்தேன். ஆனா இப்போ நீ எலி ஆயிட்ட, நான் பூனையாவே தான் இருக்கேன். பூனைன்னா புரியல? பூச்சா பூச்சா. എവിടെ കുഞ്ഞ്? എന്റെ കുഞ്ഞവിടെ എവിടെ പറയാൻ? ഇവിടെയുണ്ട് മോനെ. മോനെ கண்ணை மூடிக்கிட்டு பூச்சை பால் சாப்பிடுறப்போ பூலோகமே இருண்டு போச்சுன்னு நினைக்குமா?
நீ கண்ணை மூடிக்கிட்டு பாவத்தை செஞ்ச, அதனால தான் உன் கண்ணுக்கு நான் எலியா தெரிஞ்சேன். நான் எலி இல்ல, எப்பவுமே புலிதான். நீ பூச்சைதான். பூச்சைன்னா தெரியல, பூனை. അയ്യോ, പപ്പാജിയെ കൊല്ലല്ലേ മോനെ. പപ്പാജിയെ ഷൂട്ട് ചെയ്യും. ദേഷ്യം, ദേഷ്യം. അയ്യോ എന്റെ പൊന്നും കൂട്ട, ഇതൊന്നും എടുത്ത് കളിക്കല്ലേ. ഇപ്പൊ കളിത്തോക്ക്, കുറെ കഴിഞ്ഞ വലിയ തോക്ക്. കൊടുക്കറ അങ്ങോട്ട്, അവന്റെ ഒരു ഗുണദോഷം. മുത്തശ്ശന്റെ തനി പകർപ്പാ. തോക്കിനോടാ അത്ര ചെറുപ്പത്തിലേ താല്പര്യം. വലുതായാലും വലിയ വ്യത്യാസമൊന്നും സർ, ഇവർക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എന്നത്തേക്ക് റിസർവ് ചെയ്യണം? അതിപ്പോ എന്നോട് ചോദിച്ചാൽ എങ്ങനെ? അവരോട് തന്നെ ചോദിക്കേ. എന്താണ് സർ പോകേണ്ടത്? അടുത്ത സൺഡേ ആയിക്കോട്ടെ. ടിക്കറ്റിന് വിളിച്ചു പറയട്ടെ സാർ? ചന്തു, അത് വേണ്ട. ഇല്ല ഡാഡി, ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല. മോളെ, അതെ, അതാണ് ഞങ്ങളുടെ തീരുമാനം. ഇനി എനിക്ക് മറ്റൊന്നും നേടാനില്ല. ഒന്നും. ഹലോ, ലോറൻസ് ഹിയർ. ഇത് ഞാനാണ്, സാംസൺ. പേരക്കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലായിരിക്കും താനിപ്പോൾ, അല്ലേ മിസ്റ്റർ ലോറൻസ്? നമ്മുടെ വടക്കം പാട്ടിലൊരു ചന്തുണ്ട്, വിശ്വസിച്ചവരെയെല്ലാം വഞ്ചിച്ച ചന്തു, ചതിയൻ ചന്തു. അതൊരു പഴയ കഥ. പക്ഷേ ഇപ്പൊ തന്റെ കൂടെ ഒരു ചന്തുവില്ലേ, അവൻ ചതിയനാണ്, ഒന്നാം തരം ചതിയൻ. Shut up, you bloody liar. ചൂടാവാതെ സമാധാനമായിട്ട് കേൾക്കൂ. തന്റെ പേരക്കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തതും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചതും തന്റെ വിശ്വസ്തനായ ചന്തു തന്നെയാണ്. You rascal, liar, cheat. ശരിയാണ് സർ, ഞാൻ അതൊക്കെ തന്നെയാണ്, സമ്മതിച്ചു. ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ താൻ അന്വേഷിച്ചോ. കുഞ്ഞിനെ തട്ടിയെടുത്ത ദിവസം ചന്തു എന്റെ ആളുകളോടൊപ്പം കൊച്ചിയിലെ ഇന്റർനാഷണൽ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. കിഡ്നാപ്പ് ചെയ്യാനുള്ള കാറ് ഇവിടെ ബൈക്കുള്ളിലുള്ള ബ്രോക്കർ രമേശിന്റെ പക്കൽ നിന്ന് വാങ്ങിയതും ചന്തു തന്നെ. കുഞ്ഞിനെ കാണാതായതിന്റെ തലേ ദിവസത്തെ കൊച്ചിൻ ഫ്ലൈറ്റിൽ ചന്തു ഉണ്ടായിരുന്നു. നിങ്ങളുടെ ട്രാവൽ ഏജന്റ് ഗുപ്തയാണ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. No, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഒപ്പം കുറെ കാലം നിന്നിട്ട് എന്നെ വഞ്ചിച്ചവനാണ് നീ. ഐ ഡോണ്ട് ബിലീവ് യു. സോറി. ചന്തു, രാവിലെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അവിടെ ഒരുപാട് പ്രോബ്ലംസ്. ഞാൻ അത്യാവശ്യമായിട്ട് അവിടെ വരെ ഒന്ന് ചെല്ലണം. ഒറ്റയ്ക്കാണോ സാർ? അതെ, മീരയും കുഞ്ഞ് ഇവിടെ തന്നെ നിൽക്കട്ടെ. ഡാഡിക്ക് ഒരു കൂട്ടാവുമല്ലോ. ചന്തു എന്റെ കൂടെ വരണം. ഒറ്റയ്ക്ക് പോകാനൊരു മടി. അതിപ്പോ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ജനിച്ച നാളെന്ന് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം തോന്നാറില്ലേ? ജനിച്ചത് കേരളത്തിലാണെന്ന് മാത്രം അറിയാം. പക്ഷെ ഓർമ്മ വെച്ചപ്പോ കണ്ടു തുടങ്ങിയത് ഈ മഹാനഗരമാണ്. പലപ്പോഴും തോന്നും നാട്ടിലൊന്ന് പോണം, ബന്ധുക്കൾ ആരും ഇല്ലെങ്കിലും കുറച്ചുനാൾ അവിടെ താമസിക്കണം എന്നൊക്കെ. മനസ്സിലെ ആഗ്രഹം മാത്രമാണ്, ഇതുവരെ നടന്നിട്ടില്ല. ആ ആഗ്രഹം ഇപ്പൊ നടക്കട്ടെ. ആ പിന്നെ എനിക്കൊരു ഫോറിൻ കാർ വേണം. ബെൻസോ, കാഡിലാക്കോ, ഫോർഡോ, ഏതെങ്കിലും പഴയത് മതി. അന്വേഷിക്കാം സാർ. ബൈക്കിളയിലുള്ള കാർ ബ്രോക്കർ രമേശിനോട് പറഞ്ഞാൽ പോരെ? ചന്തുവിന്റെ ഫ്രണ്ട് രമേശ്. ഞാൻ ഇന്നലെ അയാളെ പരിചയപ്പെട്ടു. ചന്തുവിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്ന് അയാൾ പറയുകയും ചെയ്തു. ശരിയാണ്. ഒരു മാസം മുമ്പ് അയാളുടെ അടുത്ത് നിന്ന് ചന്തു ഒരു ഫോർഡ് കാർ വാങ്ങിയില്ലേ?
അത് ആർക്ക് കൊടുത്തു? ഞാൻ വാങ്ങിയെന്നോ? എന്ന്? കഴിഞ്ഞ മാസം 15-ാം തീയതി. ഓ, ആ വണ്ടി. അത് ഞാൻ എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി വാങ്ങിയതാ. മിസ്റ്റർ അലക്സിന് വേണ്ടി അല്ലേ? ആ വണ്ടി ഇപ്പൊ എറണാകുളത്തൊരു വർക്ക്ഷോപ്പിലുണ്ട്. ബ്രേക്ക് ഡൗൺ ആയതാ. പിന്നെ അലക്സ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും വിലയുള്ള കാറൊക്കെ ഉപേക്ഷിച്ചിട്ട് പോരാൻ അലക്സിന്റെ അത്ര വലിയ കോടീശ്വരനാണ്. ഏത് അലക്സിന്റെ കാര്യ സാറി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അലക്സിനെ ചന്തുവിനറിയാം. ഇവിടുത്തെ അധോലോക രാജാക്കന്മാർക്ക് വേണ്ടി കൊള്ളയും കൊലയും നടത്തുന്ന അലക്സിനെ ചന്തു നന്നായിട്ട് അറിയും. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, കഴിഞ്ഞ മാസം 18-ാം തീയതി എറണാകുളത്ത് ഇന്റർനാഷണൽ ഹോട്ടലിൽ ചന്തുവിന്റെ കൂടെ താമസിച്ചിരുന്ന അലക്സ്. ഇന്റർനാഷണൽ ഹോട്ടലോ? അതെ. നിന്റെ മനസ്സിലെ ആഗ്രഹം പോലെ കുറച്ചു നാൾ അവിടെ തങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം ജന്മനാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നീ അവിടെ വന്നു. അന്നാണ് എന്റെ കുഞ്ഞ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. ശരിയല്ലേ? എനിക്കൊന്നും അറിയില്ല. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പറയണോ? നിനക്കൊന്നും അറിയില്ലേ? ഇല്ല. പറയണോ? എനിക്കൊന്നും അറിയില്ല. ആരാണ് അലക്സ്? എനിക്കറിയത്തില്ല. പറയണോ? ആരാണ് അലക്സ് എന്ന് പറയാൻ? എനിക്കറിയില്ല. ജോണി, എന്താ ജോണി ഇത്? ജോണി, എന്താ നീ കാണിക്കുന്നേ? അവൻ എന്താ ചെയ്തേ? തേനും പാലും കൊടുത്ത് വളർത്തിയ വിശ്വസ്ത സേവകനാണല്ലോ ഇവനാണ് എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. എന്താ നീ പറയുന്നേ? ഇറ്റ്സ് എ ട്രൂത്ത്. ഇവനും സാംസണും കൂടെ ചേർന്നാണ് എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ഓഹോ, സാംസൺ നിന്നെയും തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ? ഇനി ഇവനെ ന്യായീകരിക്കാണോ? ആരും എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. എന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട്. എന്ത് തെളിവ്? ഡാഡിക്ക് എന്നെ വിശ്വാസമില്ലേ? എങ്കിൽ വിളിച്ചു ചോദിക്കും. കാർ ബ്രോക്കർ രമേഷിനെ, നിങ്ങളുടെ ട്രാവൽ ഏജന്റ് ഗുപ്തയെ, എറണാകുളത്ത് ഇന്റർനാഷണൽ ഹോട്ടലിൽ. ഇനിയും വേണോ തെളിവുകൾ? ജോണി, എനിക്ക് ചന്തുവിനെ നന്നായിട്ടറിയാം. 16 വയസ്സ് മുതൽ എന്റെ കൂടെ വളർന്ന് എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞ ഡാഡി വിശ്വസിക്കില്ല അല്ലേ? ഇവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. ജോണി, വേണ്ട. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ജോണി സാർ പറഞ്ഞത് സത്യമാണ്. ഞാനാണ് സാംസണുമായി ചേർന്ന് കുഞ്ഞിനെ തട്ടിയെടുത്തത്. പണത്തിനു വേണ്ടി. ഇനി അവനെ തൊട്ടുപോകരുത്. അവൻ നിരപരാധിയാണ്. നിരപരാധി? നിങ്ങളുടെ മുമ്പിൽ ഇതൊരു അപരാധമല്ലല്ലോ. ജോണി, നിന്റെ മകനെ, എന്റെ കൊച്ചുമോനെ തട്ടിക്കൊണ്ടുപോയത് ഞാൻ തന്നെ. ഈ വളർത്തുനായെ രക്ഷിക്കാൻ സ്വയം ബലിയാടാവുകയാണോ? അല്ല, സത്യം അതാണ്. വലിയൊരു നേട്ടത്തിന് വേണ്ടി ഞാനൊരു തെറ്റ് ചെയ്തു. ചെറുതാണെന്ന് കരുതിയ ഒരു തെറ്റ്. പക്ഷേ അവസാനം അതിന്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയി. മോനെ, മനസ്സിലായില്ല. പറയാം, എല്ലാം പറയാം. വളരെ നാളുകളായി എന്റെ മനസ്സിലൊരു തോന്നൽ, എന്റെ ജീവിതം കഴിയാറായി എന്ന്. തിരിഞ്ഞു നോക്കിയപ്പോ മനസ്സിലായി, ജീവിതം എനിക്ക് എന്നേ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് തോന്നി തുടങ്ങിയപ്പോ എന്റെ മകനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ടായി. അതിന് കരുവാക്കിയതാണ് നിന്റെ മകനെ. അതിനുവേണ്ടി നടത്തിയ നാടകമായതൊക്കെ. എന്താ ഡാഡി ഇത്? കെട്ടുകഥകൾ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിക്കുകയാണോ? അല്ല മോളെ, സത്യം അതാണ്. എന്റെ ശത്രുക്കൾ ആരോ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. അവരുടെ കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് കുഞ്ഞിനെ വീണ്ടെടുത്തുന്ന ജോണിയെ ബോധ്യപ്പെടുത്താൻ. അങ്ങനെ അവന്റെ സ്നേഹവും ദൈവവും നേടിയെടുക്കാമെന്ന് ഞാൻ വ്യാമോഹിച്ചു. ചെട്ടിയാരുടെ മേൽ കുറ്റം ആരോപിച്ച് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ ഞാൻ മനഃപൂർവ്വം പദ്ധതികളുണ്ടാക്കി. ആ വൈരാഗ്യം ചെട്ടിയാരെയും കുഞ്ഞിന്റെ കാവലേൽപ്പിച്ചിരുന്ന സാംസണെയും തമ്മിൽ അടുപ്പിച്ചു. അവരെനിക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ അണിയറയിൽ ഞാൻ ഒരുക്കിയ നാടകത്തിലെ പ്രധാന കഥാപാത്രമായിട്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നു.
എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു മോനെ. നിന്നെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് സമാധാനം പറയുമായിരുന്നു? ക്യാൻ യു റീപ്ലേസ് ഹിം വിത്ത് യുവർ മണി ഓർ പവർ? ഏതാനും ദിവസങ്ങൾ നിന്റെ മോനെ പിരിഞ്ഞിരുന്നപ്പോ നീ അനുഭവിച്ച വേദന കഴിഞ്ഞ 17 വർഷങ്ങളായി ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? എനിക്ക് നിങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ ഒന്നും കേൾക്കണ്ട. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഗെറ്റ് റെഡി. മോളെ, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ അവനോ എന്നെ വിട്ടിട്ട് പോകരുതെന്ന്? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. ഒന്ന് മാത്രം എനിക്ക് അപേക്ഷിക്കാൻ, ഈ അവസാന നിമിഷത്തിലെങ്കിലും എന്റെ മോനും മോളും കൊച്ചുമോനും എന്റെ ഒപ്പം ഉണ്ടാവണം. എന്നെ വിട്ടിട്ട് പോവില്ല എന്ന് പറയും മോളെ. ഈ വയസ്സിന് ആരുമില്ല, ആരുമില്ല മോളെ. എനി ടാക്സി एयरपोर्ट जाने के लिए. थैंक यू. मामने ഡാഡി എന്റെ ഗൺ. मेरे वरे पो. മോനെ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ എന്താ പ്രായച്ചിത്തം ചെയ്യും? എന്താ ഞാൻ പകരം തരേണ്ടത്? എന്റെ സ്വത്തോ അതോ ജീവനോ? ദൈവം വിചാരിച്ച് എന്നെ വിട്ട് പോകരുത് മോനെ. കുറച്ച് നിമിഷത്തേക്ക് നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങൾക്കൊരു മനുഷ്യനാകാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടത്തെ തെരുവിലെ ഗുണ്ടകളുടെയും ക്രിമിനൽസിന്റെയും കൂടെ കഴിഞ്ഞ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെന്ന് കരുതി ഞാനാണ് മണ്ടൻ. മീര വരെ പോവാം. ജോണി, Shut up. നമുക്ക് വരുന്നുണ്ടോ എന്റെ കൂടെ? ഇല്ലെങ്കിൽ ഇവിടെ കഴിയാം ഇയാളുടെ ആശ്രയമായിട്ട്. ജോണി, ജോണി, മോനെ, പോകരുതെന്ന് പറഞ്ഞു മോളെ. എന്റെ കുഞ്ഞ് എന്നെ ഇട്ടിട്ട് പോയടാ.